നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഓണത്തിന് കുറച്ച് ഐറ്റംസ് നമ്മളുടെ ഓലൻ ഇഞ്ചി തൈര് പുളിഞ്ചി തുടങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു വ്യൂവറും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങളുടെ തന്നെ നാട്ടുകാരിയുമായിട്ടുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നു, ടീച്ചറെ ഞങ്ങളുടെ വള്ളുവനാടൻ്റെ സ്വന്തം മുളകാ പച്ചടി ഉണ്ടാക്കുമെന്ന്. വള്ളുവനാടൻ്റെ മുളകാ പച്ചടി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ മുളകല്ലേ അതിൽ കൂടുതൽ ഇടണത്. അപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് മുളക് ഇഷ്ടം കുറവാണ്. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാനായിട്ട് മടിച്ചു. പക്ഷേ വീണ്ടും അമ്പിളി ഒരു റെസിപ്പി, മുളകാ പച്ചടിയുടെ റെസിപ്പി എനിക്ക് അയച്ചു തന്നിരിക്കുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു വ്യൂവർ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യണ്ടേ. മാത്രമല്ല എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആകും. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ്. അതുകൊണ്ട് എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കും. നോക്കട്ടെ, ഞാൻ എന്തായാലും പുതിയൊരു ഐറ്റം. നമ്മൾ പലരുടെ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഉടനീളം വ്യത്യസ്തങ്ങളായിട്ടുള്ള പാചക രീതികളുണ്ടല്ലോ. പേരൊക്കെ ഒരുപോലെയാണെങ്കിലും വ്യത്യസ്തമായ രീതികളാണ്. അതൊക്കെ ഒന്ന് രുചിക്കാമല്ലോ. മുളകാ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഓണത്തിനൊക്കെ ആകുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി, എരിവുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം, വേണ്ടാത്തവർക്ക് കഴിക്കണ്ട. എങ്കിലും ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. നല്ലയിടത്ത് അടുക്കളയിൽ ശീല ടീച്ചറുടെ ഒരു വീഡിയോ തന്നത്. അപ്പോൾ ശീല ടീച്ചറുടെ അനുവാദത്തോടു കൂടി ഞാനത് ഉണ്ടാക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർക്കാർക്ക് കൂടി അത് പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ടീച്ചറെ. അപ്പോൾ എന്തായാലും തുടങ്ങാം നമുക്ക് കേട്ടോ. മുളകാ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യം മുളക് തന്നെയാണല്ലോ. മുളക്, പച്ചമുളക്, അതിന് പറ്റിയ ഉണ്ടമുളക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് അത് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നു. പിന്നെ പുളിയാണ്, പുളിഞ്ചിയോട് സാമ്യമുള്ള ഒരു കറിയാണിത്. പുളിയാണ്, കറുത്ത പുളി ഉണ്ടല്ലോ, അത് ഞാൻ 2 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. പുളിഞ്ചിയായിട്ട് ചെറിയ സാമ്യമുണ്ട്, പക്ഷേ അത് പുളിഞ്ചി അല്ല. പുളിഞ്ചിയിൽ നമ്മൾ ഇഞ്ചിയാണ് ചേർക്കുക കൂടുതലായിട്ട്. മുളക് ചേർക്കും, പുളി പ്ലസ് ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ. ഇതിൽ മുളകാണ് കൂടുതൽ, ഇഞ്ചി വേണ്ടേ വേണ്ട. അപ്പം എന്തായാലും ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കണില്ല. അപ്പോൾ ശീല ടീച്ചറുടെ അനുവാദത്തോട് കൂടിയിട്ടും അമ്പിളിയുടെ ആവശ്യപ്രകാരവും ഞാൻ ചെയ്യാണ്. എനിക്കൊരു പുതിയ ഐറ്റം തന്നതിന് പ്രത്യേകം നന്ദി നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ മുളകാ പച്ചടി തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് പുളിയാണ്. 2 ഉരുള, അതായത് 2 ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തു. ഇനി അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം, കുതിരട്ട്. അപ്പോൾ മുളകാ പച്ചടി എന്നാണ് പറഞ്ഞിരിക്കണതല്ലേ. അപ്പം മുളകാണല്ലോ അതിലത്തെ നായകൻ അല്ലേ. ഒരു 6 മുളക്, നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, ഉണ്ട മുളക് 6 എടുത്തു. പിന്നെ അതിലേക്ക് വറവ് തയ്യാറാക്കാനായിട്ട് ഈ വലിയ സ്പൂണിൽ, അതായത് ടേബിൾ സ്പൂണിൽ 2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അരി, നമ്മളുടെ ചോറ് വയ്ക്കുന്ന അരി, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങൾ വറക്കാനുള്ളതാണ്. അത് പിന്നെ 1 ടീസ്പൂൺ കടുകുണ്ട്. ഈ കടുക് വറക്കണ്ട, ബാക്കി എല്ലാതും വറക്കാം. എല്ലാതും നന്നായിട്ട് കഴുകിയിട്ട് വേണം ഒന്ന് വറക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഞാൻ കഴുകിയിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴുകിയെടുത്തു. എന്തൊക്കെയാണ്? ഉഴുന്ന് പരിപ്പ്, എള്ള്, ഉലുവ, അരി വറുത്തെടുക്കാം നമുക്ക്. ഡ്രൈ റോസ്റ്റ് ചെയ്യണം, എണ്ണ ഒഴിക്കണ്ട. ആദ്യം എള്ള് വറക്കാം. എല്ലാതും ഇപ്പം തന്നെ കഴുകിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ശബ്ദം. വെള്ളം വറ്റി കഴിയുമ്പോൾ ശബ്ദമൊക്കെ മാറും. എന്നിട്ട് അതൊന്ന് പൊരിയണ വരെ, പൊട്ടണ വരെ ഇളക്കാം കേട്ടോ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ചാടിപ്പോവാണ്ടിരിക്കാൻ ഒന്ന് അടച്ചു വയ്ക്കാം അല്ലേ. ഓക്കെ, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെടുക്കാം. ഇനി ഉഴുന്ന് പരിപ്പിടാം.
ഉഴുന്ന് പരിപ്പും ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉണ്ട്. ചോക്ക വറക്കാം. നല്ല വാസന വന്നു. ഇതാ ചോന്നു ചോക്ക വറുത്തിട്ടോ. ഇതിലിടാം. അരിമണി ഇടാം. അരിമണി പൊട്ടി തുടങ്ങി കേട്ടോ. നന്നായിട്ട് അരിമണി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിടാം. ഇനി ഉലുവയാണ്. ഒരു ടീസ്പൂൺ ഉലുവ തന്നെയാട്ടത്. ഉലുവ ഇപ്പോൾ ചോക്ക വറുത്ത് കഴിഞ്ഞു. നമുക്കിതിലേക്ക് തന്നെ ഇടാം. ഇപ്പോൾ വറുക്കാനുള്ള എല്ലാതും വറുത്ത് കഴിഞ്ഞു കേട്ടോ. അതായത് എള്ള്, അരിമണി, ഉഴുന്ന് പരിപ്പ്, ഉലുവ ഇതൊക്കെ വറുത്തു. ഈ 4 കൂട്ടവും വറുത്തത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് പൊടിക്കാം. ഇത് കൂടെ കൂട്ടി പൊടിക്കേണ്ടത് കടുകാണ്. 1 ടീസ്പൂൺ കടുക്. അത് ചൂടാക്കണ്ട, പച്ചയ്ക്ക് ഇത് കൂടെ ഇട്ട് പൊടിക്കാം. ഇത് ചൂടാറുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഈ കലച്ചട്ടിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ഇതാ നമ്മൾ വെള്ളത്തിലിട്ട പുളി ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. പുളിയൊക്കെ ഇതിൽ പിഴിഞ്ഞൊഴിച്ചു. ഇത്രയുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ അതിൽ മുന്നായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കാശ്മീരി ചില്ലി ലേശം 1 ടീസ്പൂൺ ഇട്ടു കേട്ടോ. ഉപ്പിടാം. അതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പിട്ടു. 2 ബല ശർക്കര ഇടാം. നമ്മൾ പുളി, ഉപ്പ്, ശർക്കര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ടു. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റിക്കാന്ന് വെച്ചാൽ കുറുകണം. അപ്പോൾ ഞാൻ അടുപ്പത്താണ് കേട്ടോ വെക്കണത്. അടുപ്പുമ്മേ അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അത് തിളച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് പൊടിക്കാം കേട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ പൊടിക്കാം. ചൂടാക്കാത്ത കടുക്, പച്ചക്കടുകാണ് പച്ചടിക്ക് ഉപയോഗിക്കുക. മുളക് പച്ചടി എന്നല്ലേ പറഞ്ഞ്, പച്ചക്കടുക് ഉപയോഗിക്കുന്നതാണ് പച്ചടി പറയണത്. വറുത്ത് പൊടിക്കളതൊക്കെ പൊടിച്ചു നന്നായിട്ട്. പിന്നെ അതിലേക്ക് ഈ കടുകും കൂടി ഇട്ടിട്ട് ഒറ്റ കറക്കാം ചെയ്യാം. പച്ചടി ഉണ്ടാക്കുമ്പോൾ പച്ചക്കടുക് പതുക്കെ ഒന്ന് തിരങ്ങിയിടുള്ളൂ. പൊടിച്ചു കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചാണ് പൊടിച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി വറ്റാനുണ്ട്. നമ്മളിതിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഈ പൊടികൾ ഇടാം. പൊടികളിടുമ്പോൾ ഒന്നുകൂടി കുറുകുത്. ഉഴുന്ന് പരിപ്പ്, എള്ള്, ഉലുവ, പിന്നെ കടുക്, അരി ഒരു കുറുകിയിട്ടൊന്നും കൂടി പൊടിയിട്ടപ്പോൾ ഈ പൊടി മുഴുവൻ ഇടാം. ഒരുവിധം തിളച്ചിട്ടുണ്ട് കേട്ടോ.
വാങ്ങി വയ്ക്കാം. ഇത് ഈ മുളകാണ് നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് ഉപയോഗിക്കുന്നത്. 6 മുളകുണ്ട്. പാൻ ചൂടായി എള്ളെണ്ണ ഒഴിക്കാം. എള്ളെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. മുളകിൻ്റെ തുമ്പ് ഒന്ന് കീറിയിട്ട് വിടർത്തിയിടണ്ട, പതുക്കെ ഒന്ന് പൊട്ടിച്ചാൽ മതി. എണ്ണയിലിടാം. എന്നിട്ട് അതൊന്ന് വറുത്ത് എടുക്കാം. വറുക്കാന്ന് വെച്ചാൽ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം. മുളക് വേണ്ടവർക്ക് ഇനിയും ചേർക്കാം കേട്ടോ. മുളക് പച്ചടി അല്ലേ, മുളകാണല്ലോ ഇതിലത്തെ മെയിൻ ഘടകം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കുറേ മുളകിടാം. പക്ഷേ ഞാൻ ഇത്രയൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് എരിവ് അത്രയ്ക്കും പറ്റില്ല, ഇഷ്ടമല്ല. അപ്പോൾ ആവശ്യമനുസരിച്ച് മുളക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് വേണം പക്ഷേ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്ര മതി. നന്നായിട്ട് വറവായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇടാം. വീണ്ടും അടുപ്പത്ത് വെച്ച് കറച്ചിട്ട് അതിലേക്ക് മുളക് ഇട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. ഈ നന്നായിട്ട് തിളച്ച് ഈ മുളകിനുള്ളിൽ കിടന്ന് പുളിയും അതുപോലെ തന്നെ അതിലിട്ടിരുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, മസാല, അതെല്ലാതും ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് കയറും. മുളക് ഉടയ്ക്കൊന്നും വേണ്ട, ഇതിനുള്ളിൽ കിടന്നാൽ മതി. ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായി വെച്ചിട്ട് വാങ്ങി വയ്ക്കാം. ഇതിൽ വറുത്തിടണം. കടുക് മുളകൊക്കെ വറുത്തിടണ്ടേ. എണ്ണയിൽ തന്നെയാണ് വറുത്തിടുക. നല്ല എണ്ണ, നേരത്തെ ചൂടായിട്ടുള്ള മുളക് ചൂടാക്കിയ എണ്ണയുണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു. ഇനി അതിൽ എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് 1 ടീസ്പൂൺ കടുകിട്ടു. പിന്നെ അതിലിടുന്നത് മുളക്, വറ്റൽ മുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടു. പിന്നെ ഇത് എള്ളാണ് കേട്ടോ. എള്ളും കൂടി ഇതിൽ വറുത്തിടണം. അതും കഴുകി വെച്ചേക്കുന്നത് തന്നെയാണ് കേട്ടോ എള്ള്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ എള്ളിടാം. നനഞ്ഞ എള്ളായിട്ടാണ് കേട്ടോ, കഴുകിയ എള്ളായിട്ടാണ്. വെള്ളം വറ്റി കഴിയുമ്പോൾ അത് പൊരിയും. നല്ലോണം പൊരിയുമ്പോൾ നമുക്ക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലിടാം. കറിവേപ്പിലയും ഇടണം. കുറച്ച് പൊട്ടണമെന്നില്ല, വെള്ളം വറ്റി കഴിഞ്ഞെന്ന് തോന്നണു അല്ലേ. കറിവേപ്പില ഇട്ടു. ഇനി ഇപ്പോൾ അത് എല്ലാം വറവായി കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പണി കഴിയും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ മുളകാപ്പച്ചടി, വള്ളുവനാടൻ്റെ മുളകാപ്പച്ചടി. വെള്ളം കുറവുണ്ടോ? വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളമുണ്ട്. ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ മുളകാപ്പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അത് കഴിച്ചു നോക്കാം. പക്ഷേ പറയണത് ഇന്ന് തന്നെ എടുക്കേണ്ട പോരാ. അത് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ഉലുവ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്തിട്ടുണ്ടല്ലോ, അത് വറുത്ത് പിടിച്ചിട്ടില്ലേ, അത് പെട്ടെന്ന് എടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലൊന്നിരുന്ന് 1-2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാളേക്കെങ്കിലും എടുക്കണം, നല്ലതുള്ളൂ. ഉണ്ടാക്കി അപ്പം തന്നെ നല്ലതല്ല എന്ന് പറയണേ. അത് കാരണം നമുക്ക് നാളെ കൂട്ടാട്ടോ. ഓണത്തിൻ്റെ അന്ന് തന്നെ വിളമ്പാന്നാണ് വിചാരിച്ചത് ഞാൻ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകം നന്ദി പറയാണ്. മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്താണെന്ന് അറിയണല്ലോ. പുളിഞ്ചി പോലെ തന്നെയാണ്. ഇവിടെ എന്നും പുളിഞ്ചി ഉണ്ടാക്കുക ഞങ്ങളേ. അപ്പോൾ ഈ പ്രാവശ്യം പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിഞ്ചി നേരത്തെ ഉണ്ടാക്കിയല്ലോ. ഒരു മുളകാപ്പച്ചടിയും കൂടി ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഓക്കേ.